ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. UK വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ അധികം ആൾക്കാരുടെ പണം പോവുകയും കുറേ ആൾക്കാരുടെ കണ്ണുനീര് നമ്മൾ കാണുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പ്രധാനമായിട്ടൊരു ഇതിൻ്റെ ഇടനിലക്കാരിയായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് ആൾക്കാരെ ഒരു സ്റ്റോറി ഇട്ടിട്ടെങ്കിലും അവരെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ള നീരജ അമ്മൂസിൻ്റെ പണി പോയി എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത്. ഇത് എത്രത്തോളം ശരിയാണ് എന്താണെന്നുള്ള കാര്യം അറിയില്ല എങ്കിലും ഇതെന്താ പുറത്തു വന്നിട്ടുള്ള കാര്യം എന്നുള്ള കാര്യം ഇത് കാണുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഞാനൊന്ന് ഷെയർ ചെയ്യാം. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നീരജ അമ്മൂസ് ഒന്നും എൻ്റെ വീഡിയോസ് കാണണമെന്നൊരു നിർബന്ധമില്ല, എങ്കിലും പറയാം. നിങ്ങൾ പറയുന്നു നിങ്ങൾ നിരപരാധിയാണ്, നിങ്ങൾ പറ്റിക്കപ്പെട്ടതാണ്, വഞ്ചിക്കപ്പെട്ടതാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു കൊടുത്തു, നിങ്ങൾ ഇടനില നിന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ആ ഒരു കാര്യത്തിനെങ്കിലും ഇപ്പം നിങ്ങളുടെ ജോലി പോയി എന്നൊക്കെ പറയുന്നു, ഒരാളുടെ ജോലി നഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൻ്റെ അകത്ത് ഇത്രയും ആൾക്കാർ വന്ന് അവരുടെ പൈസ പോയി എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് മൊത്തത്തിൽ ട്രിഗർ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളിട്ട വീഡിയോ ആണ് ഇതിനെല്ലാത്തിനും കാരണമെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിലേക്കുള്ള ഒരു വള്ളി ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. അതുമാത്രമല്ല, സഭ്യതയില്ലാത്ത രീതിയിൽ മറ്റുള്ളവരോട് വന്ന് വെല്ലുവിളിക്കുന്ന രീതിയിൽ പൊതുസമൂഹത്തിന് മൊത്തത്തിൽ അവരെല്ലാവരും കുറ്റക്കാരാണ്, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നതും വെല്ലുവിളിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പോയി വലിയൊരു മിസ്റ്റേക്കാണ്. അത് കണ്ടിട്ടായിരിക്കണം ഇവരെല്ലാം ഇതിൻ്റെ പുറകെ തന്നെ നിന്നിട്ടുള്ളത്. എന്തായാലും സത്യം ചെയ്യിക്കട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നു, അവർ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് നേരത്തെ അറിഞ്ഞത്. അത് അതിൻ്റെ ബാക്കിയുള്ള വഴികൾ നടക്കട്ടെ. നമുക്കിപ്പം എൻ്റെ മുമ്പിലേക്ക് എത്തിയ വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പാർവതിയുടെ ഇതിനകത്ത് നിന്ന് വന്നൊരു സംഭവമാണ്. വീഡിയോ കമ്മിങ് ടുമാറോ എന്ന് പറഞ്ഞിട്ട് ഡിയർ ഇതാണ് ഇതിനകത്ത് മാർക്ക് ചെയ്തേക്കുന്ന കാര്യം പറയാം. ഇതിനകത്ത് അവിടെ നിന്നും ഒരു ഒഫീഷ്യലായിട്ട് വന്നേക്കുന്ന ഒരു ലെറ്ററാണ്. Therefore, we are updating you that the staff member that you are named is no longer an employee of the home of the company എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സ്ഥാപനത്തിൽ ഈ പുള്ളിക്കാരത്തി നിലവിൽ വർക്കിംഗ് സ്റ്റാഫ് അല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇതിനകത്ത് വരുന്നത്. വേറൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉണ്ട്, വേറൊരു പുള്ളിയിട്ടൊരു പോസ്റ്റ് ഉണ്ട്, അത് ഞാൻ പിന്നാലെ കാണിക്കാം. വിസ കച്ചവടം ചെയ്ത് സാധുക്കളെ വഞ്ചിച്ചവർക്ക് ഒടുവിൽ തിരിച്ചടി ആരംഭിച്ചു, ജോലി പോയി, കർമ്മ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിട്ടാണ് പോസ്റ്റ്. ഓക്കെ, അതായത് ഇപ്പോൾ നീരജ അമ്മൂസിൻ്റെ പണി പോയി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി എൻ്റെ കേസറ്റ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് കുറേയധികം ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് നോക്കാം. UK പോലുള്ള ഒരു രാജ്യത്ത് മര്യാദ പോലും കാണിക്കാതെ സ്വന്തം മലയാളികളെ തന്നെ പറ്റിക്കുന്നവർ കിട്ടേണ്ട ഒരു പാഠം തന്നെയാണിത്. കർമ്മ. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ. കൂടുതലുള്ള പ്രമുഖർക്ക് ഒരു ഉപദേശം. നിന്നെ വളർത്തിയത് നിന്റെ സബ്സ്ക്രൈബേഴ്സാണ്. വന്ന വഴി മറന്ന് നിനക്കിത് ഒരു പാഠമാകട്ടെ. കൂടുതൽ വെല്ലുവിളികൾ നിർത്തി ചെയ്ത തെറ്റോർത്ത് പശ്ചാത്തപിച്ച് മുന്നോട്ട് പോകുക. കറക്റ്റ് വേർഡ്. എനിക്ക് പറയാനുള്ളത്, നീരജ അമ്മൂസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ ആങ്കർ സമൂഹം കാണേണ്ട കാര്യമില്ല. നിങ്ങളുടെ ദേഷ്യവും നിങ്ങളുടെ ശകാരവും നിങ്ങളുടെ വെല്ലുവിളിയും സമൂഹത്തിന് കേൾക്കേണ്ട കാര്യം ഒട്ടുമില്ല. ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഒരുപാട് അധികം ആൾക്കാർ എൻ്റെ ഇൻബോക്സിൽ കൊണ്ടുവന്നതിനകത്ത് നീരജ അമ്മൂസ് എന്നുള്ള വ്യക്തി മാത്രമല്ല, ലോകത്ത് ആദ്യമായിട്ട് UK ഈ ഒരു വിസ തട്ടിപ്പായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തി. നിങ്ങളെക്കാട്ടിലും കൊടിയ ഇനത്തിൽ വളരെ വലിയ കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പബ്ലിക്കായിട്ടൊന്ന് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അതിനപ്പുറം നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ചാൽ നിങ്ങൾ സമൂഹത്തിന് മൊത്തത്തിൽ വെല്ലുവിളിക്കുകയും മലയാളികൾ മൊത്തത്തിൽ അവരുടെ മേൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ആ ഒരു കാര്യത്തിന് ഇതുവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മടി. എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഇടയ്ക്ക് കുത്തിത്തിരികുമെങ്കിലും നിങ്ങൾ കൂടുതൽ ഭാഗവും നിങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഇല്ല, അവരാണെന്നുള്ള രീതിയിലാണ്. നിങ്ങളിലൂടെയാണത് പോയെന്നുള്ള കാര്യം നിങ്ങൾ എങ്ങും അക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി ബാക്കി ഒരു കാര്യം, ഒരു പോസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ആ പോസ്റ്റ്. ഈ പോസ്റ്റിനകത്ത് പറയുന്നത്, ഇതിനകത്ത് വ്യക്തമായിട്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് HMRC CQC എന്നൊക്കെ പറഞ്ഞിട്ട് ഹോം ഓഫീസ് ഇമിഗ്രേഷൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അവർ നേരത്തെ വായിച്ച സാധനം തന്നെ. ഇതിനകത്ത് ഇവർ നോ ലോങ്ങർ അവിടെ വർക്കിംഗ് സ്റ്റാഫ് അല്ല എന്നുള്ള കാര്യം ഇതിനകത്ത് അദ്ദേഹം ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് വിശദമാക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കെയർ വിസ കച്ചവടം നടത്തിയതിനെ പറ്റിയുള്ള വീഡിയോകളാണ് സോഷ്യൽ മീഡിയ മുഴുവനും. നീരജ ഇതിൽ തെറ്റുകാരിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നതല്ല, അതിനകത്ത് അദ്ദേഹം പറയുന്നതാണ് മനസ്സിലാക്കുന്നത്. UK പോലുള്ള രാജ്യത്ത് പൈസ വാങ്ങി വിസ വിൽക്കുന്നതും അത് പരസ്യം ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ വരുന്ന പ്രശ്നങ്ങൾക്കും അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. തെറ്റാർക്കും പറ്റാം, പക്ഷെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ മാപ്പ് പറയുക എന്നതാണ് മാന്യത. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് വെല്ലുവിളിക്കുന്നത് ശരിയല്ല. കറക്റ്റ്. വെല്ലുവിളി എന്തായാലും മലയാളികൾ ഏറ്റെടുത്ത് ഒരു സൈഡിൽ നിന്ന് പണിയും തുടങ്ങിയിട്ടുണ്ട്. നീരജയെക്കുറിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പരാതി അയച്ച ആളുകൾ കിട്ടിയ മറുപടിയാണിത്. ഓക്കെ, ഇത് വായിച്ചിട്ട് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ജോലി സ്ഥലത്തുള്ളവർ എന്തോ ഒളിപ്പിക്കുന്നതായി തോന്നുന്നു. മിക്കവാറും അവരും ക്യാഷ് മേടിച്ചിട്ടാകാം നീരജയെ ജോലിക്കെടുത്തത്. UK പോലുള്ള ഒരു രാജ്യത്ത് ഒരു മര്യാദയും കാണിക്കാതെ മലയാളികളെ പറ്റിക്കുന്നവർക്കുള്ള ഒരു പാഠമാണ്. മലയാളി പൊളിയാണ്, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ. നീരജ
ഒരു ഉപദേശം, സബ്സ്ക്രൈബേഴ്സാണ് നിന്നെ വളർത്തിയത്, ആ നീതിയെങ്കിലും അവരോട് നീ കാണിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആണല്ലോ, ഇപ്പം ഒരു ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, ഒരു യൂട്യൂബർ ആയിക്കോട്ടെ, ഒരു പ്രമുഖ സ്ട്രീമർ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ വലിയ ആളെന്ന് പറയുന്ന ആൾക്കാരെല്ലാം അവരെ ആക്കുന്നതാരാ? അവരെ കാണുന്നതും അവരെ കേൾക്കുന്നതും അവരെന്താണോ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ്. ആ ആൾക്കാരില്ല എങ്കിൽ എന്ത് 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 നടക്കും? എല്ലാവരും ഒറ്റ വ്യക്തികളാണെങ്കിലും ആ ഒറ്റ വ്യക്തികൾ ജസ്റ്റിൻ ബീബറായിട്ടും മോഹൻലാലായിട്ടും മമ്മൂട്ടിയായിട്ടും നമ്മുടെ ജെയിംസ് ക്യാമറോണായിട്ടൊക്കെ മാറുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൃന്ദം ഉണ്ടാവും എന്നുള്ളതാണ്. ആ വൃന്ദം തന്നെയാണ് ഉയർത്തുന്നതും അതേ വൃന്ദം തന്നെയാണ് വലിച്ചു താഴ്ത്തിയിടുന്നതും. അത് മറക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. കർമ്മ എന്നുള്ള കാര്യമാണ് എല്ലാവരും അതിനകത്ത് കമൻറ്റ് ചെയ്ത് മൊത്തം എഗെയിൻസ്റ്റ് കമൻസ് ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റേ എൻ്റെ കാസറ്റ് എന്ന് പറയുന്നത് ഇത് വന്നേക്കുന്നത് ഫെബിൻ പുത്തൻപുരയ്ക്കൽ സിറിയക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഐഡിയയിലാണ് ഈ സാധനം വന്നിട്ടുള്ളത്. 1.5 കോടി രൂപ പറ്റിച്ച് അത് ഇതിനകത്ത് ഇപ്പോൾ ഈ എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ആ ഒരു പേജിനകത്ത് ഒരുപാട് ഇവരെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, ഈ പൈസയുടെ കണക്കുകൾ, അക്കൗണ്ട് നമ്പേഴ്സ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ തെളിവുകൾ ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ നിന്നല്ല, ഒരുപാട് സൈഡിൽ നിന്ന്. എൻ്റെയൊക്കെ ഇൻബോക്സിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നീരജയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പറയുന്നുണ്ട്. ഒരു പാവപ്പെട്ട സാധുവായിട്ടുള്ള പെൺകുട്ടി കഷ്ടപ്പെട്ട് അവർ ഒരുപാട് അധ്വാനിച്ച് രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സംഭവമാണ്. അതിനുശേഷം ഇവിടത്ത് നിന്ന് പെട്ടതിന് ശേഷം ഇങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പോൾ ആ പെൺകുട്ടിയെ ഇങ്ങനെ പെടുത്തി എന്നുള്ള രീതിയിലാണ്, അത് കഷ്ടപ്പെട്ട് വന്ന കുട്ടിയോട് പലർക്കുള്ള അസൂയൊക്കെ ആണെന്നുള്ള രീതിയിലൊക്കെയാണ് പലരും എന്നോട് സംസാരിച്ചത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റിന് ശിക്ഷ കിട്ടണമെന്നുള്ളതാണ്. ഇപ്പം നീരജ അമ്മൂസ് തെറ്റുകാരിയല്ല, അവർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. അതിനകത്ത് ചെറുതായിട്ട് ഇടനിലയ്ക്ക് ഇതിനകത്ത് പെട്ടുപോയതെങ്കിൽ അത് മര്യാദയ്ക്ക് പറയാമെന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, അത് പറഞ്ഞിട്ടില്ല. ഇനിയാണെങ്കിലും അവർക്ക് പറയാനുള്ള ഒരു അവസരം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ജോലിയൊക്കെ പോയെന്നൊക്കെ പറയുന്നു, അത് സ്വാഭാവികമായിട്ട് അച്ഛനെയും അമ്മയും കൊണ്ട് ഇതുപോലൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ജോലി നഷ്ടപ്പെട്ട് ഇനിയിപ്പം നിയമ നടപടികളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ സാധുക്കളായിട്ടുള്ള അച്ഛനമ്മമാരെയൊക്കെ ബാധിക്കുമോ എന്നുള്ള കാര്യമൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരെ മറ്റു രാജ്യം കാണാൻ വേണ്ടിയിട്ട് മകൾ കൊണ്ടുപോയതാണ്. അപ്പോൾ ഈ കുടുംബം മൊത്തത്തിൽ അങ്ങനെയാണ്. ചേച്ചിയൊക്കെ അവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് നീരജ, എന്തിനാണ് ഇതൊക്കെ? നിങ്ങൾക്ക് നല്ലൊരു ജോലി, അന്തസ്സുള്ളൊരു ജോലി, നല്ല ശമ്പളവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ആർത്തി. ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു, ഒരുപാട് പേർ. അതായത് ഈ പറഞ്ഞ നീരജ മാത്രം എന്നുള്ളത് ഒരു വ്യക്തി, നീരജ ഒരു പേഴ്സൺ മാത്രമാണ്. അവിടുത്തെ മെജോറിറ്റി കുറേ അധികം ആൾക്കാർ ഇന്നും ഈ ഒരു നീരജയെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ചില ആൾക്കാർ പോലും ഇതിനകത്ത് ഈ പറയുന്ന, അഥവാ ഇവർ തെറ്റി എന്ന് പറയുന്നവരും പല ആൾക്കാരും ഈ പറഞ്ഞ കണക്കിന് സ്റ്റോറി ഇട്ടിട്ട് ആൾക്കാർക്ക് വിസ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് പറ്റിപ്പിൻ്റെ ഇടയിൽ പെട്ട് നിൽക്കുന്നുണ്ട്. അഥവാ അറിഞ്ഞോ അറിയാതെയോ, ചിലപ്പോൾ സാമ്പത്തികത്തിനോടുള്ള അമിതമായ മോഹം കാരണം, അല്ല എങ്കിൽ ഇവർക്കും ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഇതെല്ലാം നടക്കുന്നുണ്ട് ആ രാജ്യത്ത്. എന്നാൽ വളരെ മാന്യമായിട്ട് എല്ലാം കറക്റ്റ് വഴിയിലൂടെ പോയി നോക്കി ആ രാജ്യത്തിൽ എത്തിയ ആൾക്കാരും ഉണ്ട്. ഇതിപ്പം ഈ എൻ്റെ കാസറ്റ് എന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് ഒരുപാട് ഇതിനെക്കുറിച്ച് വന്നു. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം നീരജയുടെ ജോലി പോയി എന്നൊക്കെ പറയുന്നു. ഒരാളുടെ ജോലി പോയിട്ട് അതിൽ നിന്ന് കണ്ടിട്ട് ഇങ്ങനെ ആർത്തട്ടസിച്ചിരിക്കുന്നതൊന്നുമല്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടൊക്കെ കണ്ട് വളർന്ന ആളാണെങ്കിൽ മറ്റൊരാളും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് തന്ന പൈസ, ആ ഒരു പൈസയ്ക്കകത്തൊരു പങ്ക് പറ്റിയിട്ടുണ്ട് എങ്കിൽ നീരജ ഒന്നുകിൽ ആ ഒരു തെറ്റേറ്റ് പറയണം. തെറ്റേറ്റ് പറഞ്ഞാൽ അടുത്ത നിമിഷം ജയിലിലേക്ക് പോകുമായിരിക്കാം, മേ ബി അതായിരിക്കും അവർ പറയാത്തത്. അതല്ല എങ്കിൽ ഈ ഒരു വിഷയം നിങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിലെങ്കിലും മിനിമം മാന്യമായിട്ട് ഈ ഒരു കാര്യത്തിന് അഡ്രസ്സ് ചെയ്ത് പോകണം. അതായത് തെറ്റ് പറ്റിപ്പോയി, അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറയാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് എന്നെ പലരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ഇപ്പോഴും അറിയുന്നത് ഇവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നതും അല്ല, വേണമെങ്കിൽ കേസെടുക്കാം, അതിനും ചില വകുപ്പുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഇവരുടെ ഈ വെല്ലുവിളി വന്നതിന് ശേഷം ഞാനിത് 300K സബ്സ്ക്രൈബേഴ്സുള്ള ഫോളോവേഴ്സൊക്കെ ഉള്ള എന്തിനാണിത്? എന്തൊരു അല്പത്തരമാണിത്? 300K ഫോളോവേഴ്സ്, 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, എത്രയോ സംഭവം. ഇതൊക്കെ എന്താ സംഭവം? ഇത് ഈ ഒരു കേ കണക്കാണോ നമ്മുടെ ലൈഫിൻ്റെ അകത്ത് സമൂഹത്തിന് ഇതായിട്ട് നിൽക്കുന്നത്? ഈ കേ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇൻഫ്ലുവൻസർ എന്നുള്ള പേരിൽ നമ്മുടെ പ്രൊമോഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ തരുന്നത്. പക്ഷേ ആ കെ ലൈഫിൽ നമ്മളെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം സപ്പോർട്ട് ചെയ്യും, ഇത് ചെയ്യുന്നതൊന്നും ആർക്കും അറിയത്തില്ല. ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫോളോവറായിട്ട് മാറാം, അതേ ക്ലിക്ക് കൊടുത്തത് അൺഫോളോ ആയിട്ട് മാറും. എനിവേ,
മറ്റേ കണ്ടു തന്നെ അറിയണം കോശി നിനക്ക് എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞതുപോലെയാണ്. നീരജയുടെ ജോലി പോയെന്നറിയുന്നു. അതുപോലെ തന്നെ ഇതിലൊന്നും നിൽക്കാതെ കുറേയധികം ഇവർക്കെതിരെ ആക്ഷനുമായിട്ട് മറ്റു പല ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ഒരുപാട് ആൾക്കാർ പെട്ടിട്ടുണ്ടെന്ന്, നോട്ട് ഓൺലി നീരജ, മറ്റ് പല ആൾക്കാരിൽ നിന്നും പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ, പല ലക്ഷങ്ങൾ കോടികളാണ് പറ്റിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളുണ്ടെന്ന് അറിയുന്നു. സോ അതിനകത്ത് നമ്മുടെ മലയാളികളും ഉണ്ട് എന്നുള്ള കാര്യം ആലോചിക്കണം. എന്തായാലും കൊള്ളാം, പല ആൾക്കാരും പൈസ കൊണ്ട് കൊടുക്കാനും ഉണ്ട്. ഈ ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ ഇല്ലീഗലായിട്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ആൾക്കാരെയും പറയണമല്ലോ അല്ലേ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു ജോലി പോയി എന്ന് പറയുന്നതിനകത്ത് സത്യം വല്ലതും ഉണ്ടോ? UK യിലുള്ള ആൾക്കാർക്ക് വല്ല അറിയാമെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് കമൻറ്റ് ചെയ്യുക. അതോ ഇതൊക്കെ വെറും ഫേക്ക് ആയിട്ടുള്ള സെറ്റപ്പ് വല്ലതും ആണോ? ഇനി അദ്ദേഹം നേരത്തെ എന്തോ സിറിയക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ അതിനകത്ത് ആ ഒരു സ്ഥാപനത്തിനും ഒരു പങ്കുള്ളതുപോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയുന്നു. ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തായിരുന്നാലും സത്യം പുറത്തോട്ടെ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന റേസ്.